കാട്ടാനയെ എത്തിച്ച കോടനാട് അഭയാരണ്യത്തിൽ നിന്ന് അശ്വിൻ പാലാഴി ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അശ്വിൻ, അവിടെ എത്തിച്ച ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദീർഘനാൾ മാസങ്ങളോളം വേണ്ടിവരും ഈ ആനയുടെ ചികിത്സയ്ക്ക് എന്ന് ഡോക്ടർ അരുൺ സക്കറെ തന്നെ വ്യക്തമാക്കി. മുറിവ് ആഴമുള്ളതാണ്, പക്ഷേ ആശങ്കാജനകമായ ഒരു സാഹചര്യമില്ല എന്നാണ് വനം വകുപ്പ് കരുതുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ ചികിത്സയ്ക്ക് ഏറ്റവും ഗുണകരമായ സമയം എന്ന് പറയുന്നത് അത് ഈ ആന മയക്കുവെടിയേറ്റ് വീണ് കിടന്ന സമയമാണ്. ആ നേരം തന്നെ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ ഈ ഡോക്ടർമാരുടെ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഡോക്ടർ അരുൺ സക്കറിയ വ്യക്തമാക്കിയത്. അതായത് ഏറ്റവും വെല്ലുവിളിയായി ഈ ഡോക്ടർമാരുടെ സംഘം കണ്ടിരുന്നത് ഈ മുറിവ് വൃത്തിയാക്കുക, അതിനുള്ളിൽ പഴുപ്പ് പൂർണ്ണമായും നീക്കുക എന്നുള്ളതാണ്. അത് ആന സ്റ്റാൻഡിങ്ങിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആന വീണ് കിടന്ന സമയത്ത് അത് പൂർണ്ണമായി ആ ജോലി ചെയ്തു തീർക്കാനായി എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായ കാര്യം. ഒപ്പം ആ സമയം തന്നെ മരുന്ന് പൂർണ്ണമായി നൽകാൻ കഴിഞ്ഞു. ആവശ്യമായ ഇഞ്ചക്ഷനുകളെല്ലാം തന്നെ കിടന്ന സമയത്ത് തന്നെ പൂർത്തിയാക്കി. അതിനുശേഷമാണ് ആന ഈ അനിമൽ ആംബുലൻസിലേക്ക് കയറുന്നതും തിരികെ കോടനാട് ആരോഗ്യ ആന പരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതും. നിലവിൽ ഇപ്പോൾ ഈ കൂടിനകത്ത് ആന സുരക്ഷിതനാണ്, ശാന്തനായി തന്നെ നിൽക്കുകയാണ്. സാധാരണഗതിയിൽ ഈ കൂടിനകത്തേക്ക് ഒരു ആനയെ പിടിച്ചു കയറ്റിയാൽ ഇതിൻ്റെ സെഡേഷൻ പീരീഡ് കഴിയുമ്പോൾ അത് അക്രമാസക്തനാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആനയുടെ കാര്യത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ചികിത്സ കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ളതാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കൂട് പൂർണ്ണമായി മൂടിയിട്ടുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഈ ടൂറിസ്റ്റുകളെ, ഇവിടെ വിനോദസഞ്ചാരത്തിനെത്തുന്ന ആളുകളെ ഇന്ന് രാവിലെ വരെ ഈ ആനയെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്കൊക്കെ എത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ചികിത്സയുടെ സാഹചര്യത്തിൽ അവിടേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. വരുന്ന 1.5 മാസക്കാലം ഈ ആനയ്ക്ക് വേണ്ട കൃത്യമായ പരിപാലനം ആ കൂട്ടിനുള്ളിൽ നൽകാനുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏത് രീതിയിലുള്ള ചികിത്സ വേണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചേരുന്ന ഈ ഡോക്ടർമാരുടെ സംഘത്തിൻ്റെ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. നിലവിൽ എന്തായാലും പ്രാഥമിക ചികിത്സ ഇപ്പോഴും തുടരുകയാണ്. ആനയെ കൃത്യമായി ക്ലോസ് റേഞ്ചിൽ നിരീക്ഷിച്ചായിരിക്കും ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുക. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ആഴമേറിയ മുറിവാണ്, അത് ഭേദമാകാൻ മാസങ്ങളോളം വേണ്ടിവരും. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആനയെ പരിശോധിച്ച ഡോക്ടേഴ്സൊക്കെ അറിയിച്ചിരിക്കുന്നത്.